നീ എന്തിനാ മുഖം തപ്പിപ്പിടിച്ചോണ്ട് നിൽക്കുന്നേ? എന്ത് പറ്റിടാ? നീ കൈയൊന്നു മാറ്റിയേ. മാറ്റടാ അങ്ങോട്ട്. കൈ മാറ്റാനല്ലേ പറഞ്ഞത്? ആരെങ്കിലും നിന്നെ തല്ലിയോടാ? എടാ എന്താ നീ ഒന്നും പറയാത്തെ? ആരെങ്കിലും നിന്റെ കവളത്ത് കൈവച്ചോ? എടാ എന്തെങ്കിലും ഒന്ന് പറയടാ. നിന്റെ കൂടെ വന്ന എന്റെ മരുമോള് തിരിച്ചു വന്നിട്ടുമില്ല, നിന്നെ ആരോ തല്ലുകയും ചെയ്തു. എന്താടാ സംഭവിച്ചേ? അത് പിന്നെ ഹലോ, എന്താ മോളെ സംഭവിച്ചത്? ദൈവൻ ഒറ്റയ്ക്കാണല്ലോ ഇങ്ങോട്ട് വന്നത്. ഒറ്റയ്ക്ക് വന്ന മോൻ എന്താ സംഭവിച്ചെന്ന് പറഞ്ഞില്ലേ? ഇല്ല മോളെ, അതുകൊണ്ടല്ലേ ഞാൻ വിളിച്ചത്. അവന്റെ കരണത്തൊരു പാടുണ്ടല്ലോ. ആരാ ഇവനെ തല്ലിയത്? തല്ലിയത് ഞാൻ തന്നെയാ. അമ്മയുടെ മോന് ഒടുക്കത്തെ സംശയം. എനിക്ക് മനം പുരട്ടലുണ്ടായപ്പോ അമ്മ പറഞ്ഞല്ലോ എനിക്ക് വിശേഷമുണ്ടെന്ന്. അപ്പ അയാൾക്കൊരു സംശയം, ആ കുഞ്ഞ് അയാളുടേതാണോന്ന്. അതിനുള്ള മറുപടിയാ അമ്മയുടെ മോന്റെ മുഖത്ത് കാണുന്നത്. മോള് ഫോൺ വെക്കേ. അങ്ങനെയൊക്കെ പറഞ്ഞ ഏതെങ്കിലും ഒരു പെൺകുട്ടി സഹിക്കോടാ? സ്വന്തം ഭർത്താവാണെങ്കിൽ പോലുവേ തല്ലാതിരിക്കോ? കാരണം മോള് നിന്നോട് ചൂടാവാറുണ്ട്, നിന്നെ കഴിവ് കെട്ടവനായിട്ട് ചിത്രീകരിക്കാറുണ്ട്. എങ്കിലും നിന്നെ ഒരിക്കലും അവള് വഞ്ചിക്കില്ലടാ. അമ്മയാ ഇവിടെ എന്നെ അവളെ വഞ്ചിച്ചത്. ഞാനോ? അതെ, അമ്മ തന്നെ. അമ്മ എന്തിനാ വെറുതെ അവളുടെ വയറ്റിൽ കുഞ്ഞുണ്ടോന്നൊക്കെ സംശയിക്കാൻ പോയത്? അങ്ങനൊരു സന്തോഷ വാർത്ത അവളിപ്പോ കേൾപ്പിക്കില്ലെന്ന് എനിക്കും അറിയാം, അവൾക്കും അറിയാം. അതുകൊണ്ടാ ഞാൻ അവളെ സംശയിച്ചത്. അങ്ങനെ സംശയിച്ചതുകൊണ്ടാ അവള് പെട്ടെന്ന് ഡോക്ടറെ അടുത്ത് പോണോന്ന് പറഞ്ഞത്. അവിടെ ചെന്നപ്പോ അവൾക്കുണ്ടായ മനം പുരട്ടലേ വെറും ഡൈജഷന്റെ പ്രശ്നമായിരുന്നു. അതറിഞ്ഞ ശേഷം റോഡിലിട്ട് അവൾ എന്നെ തല്ലിയത്. എടാ, ബന്ധം മുറിച്ചു കളയാനല്ലാതെ വിളക്കി ചേർക്കാൻ നിന്നെ കൊണ്ട് പറ്റുമോ? അതിനുള്ള കഴിവുണ്ടോടാ നിനക്ക്? എടാ, ഇനി അവള് മടങ്ങി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മടങ്ങി വന്നില്ലെങ്കിൽ വേണ്ട. ആൾക്കാരുടെ മുന്നിൽ വെച്ച് എന്റെ കവിളത്ത് കൈവച്ച ഒരുത്തി ഇനി വന്നില്ലെങ്കിലും എനിക്ക് ഒരു കുഴപ്പമില്ല. എടാ, കണ്ണന്റെ സ്വത്തുക്കളൊക്കെ നിനക്ക് വന്നു ചേരുമെന്ന് കരുതിയിട്ടേ അതൊന്നും കിട്ടിയിട്ടില്ല. ഇനി ആകെയുള്ള പ്രതീക്ഷ കരുണയുടെ അച്ഛന്റെയും മുത്തശ്ശിയുടെയും ഒക്കെ സമ്പത്താ. ദേ, അതും കൂടെ നീ ഇല്ലാതാക്കി കളയല്ലേ? എന്ന് വെച്ച് അവളുടെ അടിമയായിട്ട് ഞാൻ ജീവിക്കണം? എല്ലാത്തിനും ഒരു പരിധി ഉണ്ടമ്മേ. അവൾ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിലേ അത്രയും ചെലവ് കുറയും. എടാ, നീ ആദ്യം പറഞ്ഞത് തന്നെയാ ശരി. കരുണമോള് പോയാലേ നിന്റെ ചെലവ് കുറയും. അല്ലെങ്കിൽ തന്നെ ഈ വീട്ടിലെ ചെലവൊക്കെ നീയാണോ നോക്കുന്നത്? എടാ, അതൊക്കെ അവള് ശ്രദ്ധിക്കുന്നില്ലേ? ഭാര്യമാർക്ക് സ്വന്തം ഭർത്താക്കന്മാരെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുത്താലേ അവര് ആണുങ്ങൾക്ക് വില കൽപ്പിക്കൂ. നീ എന്തിനാണ് എല്ലാം കൂടെ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചു വെച്ചേക്കുന്നേ? ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ അവൾക്ക് ആഗ്രഹമുള്ളതൊക്കെ മേടിച്ചു കൊടുക്കടാ. എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റത്തുള്ളൂ അമ്മേ. അവളുടെ അച്ഛൻ വലിയ കാശുകാരനാണെന്ന് പറഞ്ഞിട്ട് കാലണ എനിക്ക് തന്നിട്ടില്ല. പിന്നെ കല്യാണത്തിന് കുറച്ച് സ്വർണം തന്നു, അതെല്ലാം അതുപോലെ ലോക്കറിൽ ഇരിപ്പുണ്ട്. പിന്നെ മോൾക്കെന്ന് പറഞ്ഞ് കുറച്ച് പണം തന്നു, ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട്, അതും ബാങ്കിലുണ്ട്. എല്ലാം കൂടെ
അവളുടെ അച്ഛനെയും മുത്തശ്ശിയും ചിതയിലേക്ക് വെക്കുമ്പോഴേ അതിന്റെ കൂടെ ഇട്ടാൻ കത്തിക്കാം. അല്ലാതെ എനിക്ക് അതുകൊണ്ട് കാലണയുടെ പ്രയോജനമില്ല.